വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ നമ്മുടെ ചലഞ്ചിൻ്റെ 13th ക്ലാസ് ആണ് അല്ലേ. സോ ഇന്ന് നമ്മൾ എല്ലാവർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹിന്ദി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ആവുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. ഒരുപാട് പേർക്കല്ല, കോമൺലി എല്ലാവർക്കും. കാരണം ചില വാക്കുകൾ നമുക്ക് പല സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞു ഒരുപോലെ ഇരിക്കുന്ന വാക്കുകളുണ്ട്, പക്ഷെ അതിൻ്റെ അർത്ഥങ്ങൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരുപോലെ പ്രൊനൗൺസ് ചെയ്യുന്ന വാക്കുകളുണ്ട്. ചെറിയ എന്താ പറയുക അക്ഷരങ്ങളുടെ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ ജോഡോ, ചോഡോ, രണ്ടിൻ്റെയും അർത്ഥം എൻറ്റയർലി ഡിഫറെൻ്റാണ്. അപ്പോൾ അങ്ങനെ വരുന്ന വാക്കുകളുടെ അർത്ഥങ്ങളും അതിൻ്റെ സെൻറ്റൻസുകളും നമുക്കിന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വേർഡ് മിൽന. ഞാൻ പല പല ക്ലാസ്സുകളിലും ഈ വേർഡ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു 2 ടൈപ്പ് ഉണ്ട്, ഞാൻ അടുത്ത് വരുന്ന ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു തരാമെന്ന്. ഓക്കെ, മിൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുക എന്നാണ് അർത്ഥം, നമ്മൾ അന്ന് പഠിച്ചത്. പക്ഷേ മിൽന എന്ന ഒരു വാക്കിന് കണ്ടുമുട്ടുക എന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട്. ആർക്കൊക്കെ അറിയാതെ വേറെ ഒന്നുമല്ല, നമ്മൾ സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് അത് വരുന്നത്, ആ സിറ്റുവേഷൻസിൽ നിന്നാണ് ഇത് കിട്ടുക എന്നാണോ അല്ലെങ്കിൽ കണ്ടുമുട്ടുക എന്നാണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതിലൊരു സെൻറ്റൻസ് ഞാൻ പറയാം. എനിക്കത് കിട്ടി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയാ? മുജേ വോ മിൽ ഗയാ. എനിക്കത് കിട്ടി. അപ്പോൾ നമ്മൾ മിൽനയുടെ അർത്ഥം കിട്ടി എന്നാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഞാൻ പറയാണ് എനിക്ക് അവനെ നാളെ കാണണം. അവിടെ നമ്മൾ സെയിം മിൽന, സ്പെല്ലിങ്ങിലോ എന്താ പറയുക അക്ഷരങ്ങളിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല, പക്ഷെ അർത്ഥം എൻ്റയർലി ഡിഫറെൻ്റാണ്. എനിക്ക് അവനെ നാളെ കാണണം. മുജെ ഉസെ കൽ മിൽന ഹേ. മനസ്സിലായി? അവിടെ കിട്ടിയെന്നല്ല അർത്ഥം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് സോന. സോന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഉറങ്ങുക അല്ലേ. പക്ഷെ വേറൊരു അർത്ഥം കൂടി ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്വർണം അല്ലേ. അപ്പൊ ഇത് സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നേ? അവൻ ഉറങ്ങി, ഓ സോകയാ, നമുക്ക് മനസ്സിലാവും. അവൻ ഉറങ്ങി എന്ന് പറഞ്ഞാൽ ഏത് സോനയാണ്? ഇതിൻ്റെയും രണ്ടും സ്പെല്ലിങ് ഒന്നാ, ഒരു വ്യത്യാസമില്ല. പക്ഷെ സ്വർണം വളരെ വില കൂടുതലാണ്. എങ്ങനെ പറയാം? സോന ബഹു മെഹങ്കായ്. മെഹങ്കായുടെ അർത്ഥം ഞാൻ മുൻപ് ഒരു ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ സോന ബഹു മെഹങ്കായ്. അപ്പൊ നമുക്ക് മനസ്സിലായി അത് സ്വർണത്തിനെ പറയണേന്ന്. ഉറങ്ങുക എന്നല്ല അവിടെ നമ്മൾ പറയണേ അല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ സിറ്റുവേഷൻസ് നോക്കിയിട്ട് നമുക്ക് അർത്ഥങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ ഓക്കെ, ഇനി മൂന്നാമത്തെ വേർഡ് കാത്ത. കാത്ത എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, കാത്താഹേ കാത്തേഹേ എന്നൊക്കെ പറയുന്നത് കഴിക്കുന്നതിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരാളോട് ചോദിക്കുക അവൻ മുട്ട കഴിക്കുമോ? ക്യാവോ അണ്ട കാത്താഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട കഴിക്കുമോ? അപ്പൊ നമുക്ക് ആ സിറ്റുവേഷനിൽ മനസ്സിലായി കാത്ത എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന കാര്യമാണ്. അടുത്ത സിറ്റുവേഷൻ കഥ എന്ന് പറയുമ്പോൾ സെയിം സ്പെല്ലിങ്ങിന് കഥ തന്നെയാണ്. അക്കൗണ്ട്. അക്കൗണ്ട് നമ്മൾ ബാങ്കിലൊക്കെ അക്കൗണ്ട് ചെയ്തില്ല, അതാണ് കഥ. അതിനും കഥ എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പൊ പറയണേ എനിക്കൊരു പുതിയ അക്കൗണ്ട് തുറക്കണം എന്നെങ്ങനെയാ പറയാ? മുജേക്ക് നയ അക്കൗണ്ട് കൊൾനായ. സോറി, നയ കഥ കൊൾനായ. ഓക്കെ, അപ്പൊ 2 സിറ്റുവേഷനിലും കഥ വന്നു. നിങ്ങൾക്ക് ഓരോ സിറ്റുവേഷനിലും നമ്മൾ ഡൗട്ട് അടിക്കരുത്, മനസ്സിലായോ? ഓരോ സെൻറ്റൻസ് കേൾക്കുമ്പോഴും അതിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ, അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലെയുള്ള എന്താ പറയുക ഒരുപോലെ തോന്നുന്ന ഒരുപാട് അർത്ഥങ്ങളുണ്ടാവും, വേർഡ്സ് ഉണ്ടാവും. ഇതിൻ്റെ എല്ലാം അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ നമുക്കൊരുമാതിരി എന്താ പറയുക ഇതെന്താ ഇങ്ങനെ പറയണേ, അക്കൗണ്ട് നമ്മൾ ബാങ്കിൽ ചെന്നിട്ട് കാത്താന്നൊക്കെ പറയുമ്പോൾ ഭക്ഷണം കഴിച്ചെന്നൊക്കെയാണോ ചോദിക്കുന്നതെന്ന് തോന്നിപ്പോവല്ലേ. അതൊന്നുമല്ല, ബാങ്കിലെ കാത്ത അക്കൗണ്ടാണ്. ഓക്കെ, അതുപോലെ മറ്റൊരു വേർഡ് കാട്ട്ന. കാട്ട്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിക്കുക എന്നാണ് ഒരർത്ഥം. ഒരർത്ഥം എന്താണെന്നറിയോ? കട്ട് ചെയ്യുക. അപ്പം അതിനെങ്ങനെ സിറ്റുവേഷൻ വരിക? എന്നെ എന്തോ കടിച്ചു, എങ്ങനെ പറയാം? മുജെ കുച്ച് കാട്ട. എന്നെ എന്താ നമുക്കറിയില്ല, മുജെ കുച്ച് കാട്ട. അതുപോലെ തന്നെ നമ്മൾ പറയാണ് ഞാൻ എന്ത് ചെയ്യുക? മേ സബ്ജി കാട്ട് രഹി ഹൂം. സബ്ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി, സബ്ജി കാട്ട് രഹി ഹൂം. രണ്ടിനും ഒറ്റ വേർഡാണ്. ഓക്കെ, വളരെ ഈസി അല്ലേ? വേർഡ്സ് കുറച്ച് പിടിച്ചാൽ മതി, പക്ഷെ കുറേ സെൻറ്റൻസ് കുറേ സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാം അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഒരേ വാക്കുകളല്ല, ചെറിയ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ എന്താ പറയുക അക്ഷരമാലയിലുള്ള ഡിഫറൻസ് ഉണ്ട്, അക്ഷരങ്ങൾ ഡിഫറൻസ് ഉണ്ട്, പക്ഷെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഒരുപോലെ തോന്നും. അങ്ങനത്തെ വാക്കുകൾ കുറച്ച് നോക്കാം. ഇപ്പൊ പറയാണ് ബേജ്ന. ബേജ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കുക എന്നർത്ഥം. ബേജ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയക്കുക എന്നർത്ഥം.
മനസ്സിലായി? പറയുമ്പോൾ രണ്ടുപേരും നമ്മൾ സ്പീഡിലൊക്കെ പറഞ്ഞു പോകുമ്പോൾ ബേജിനാന്നുള്ളത് ബേച്ചിനാന്ന് കേൾക്കാം, ചിലപ്പോൾ ബേച്ചിനാന്നുള്ളത് ബേജിനാന്ന് കേൾക്കാം. പക്ഷേ സിറ്റുവേഷൻ നോക്കി നിൽക്കുന്നത് മനസ്സിലാവും നമ്മൾ അവിടെ ഉദ്ദേശിച്ചത് എന്താണ്. ഓക്കെ, അപ്പോൾ ബേച്ചിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാറ് വിറ്റു. എങ്ങനെ പറയാം? മേനെ അപ്നി കാർ ബേച്ച് ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വിറ്റു. ഞാൻ പറയാം നിങ്ങൾക്കത് ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നാണ് പറയാ മേ അപ്പോൾ വാട്സപ്പ് മേ ബേജി തീ ठीक है എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അയച്ചിരുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വേർഡ് ഉട്ടിന ഉടിന. ഇതെന്താ വ്യത്യാസമല്ല? ഒന്നിൽ ടായാണ് ഒന്നിൽ ഡായാണ് അല്ലേ? പക്ഷെ രണ്ടിൻ്റെ അർത്ഥം ഡിഫറെൻ്റാണ്. ഉട്ടിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേൽക്കുക, ഉടിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറക്കുക. മനസ്സിലായോ? രണ്ടല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മൾ ഉട്ടിനേക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവൻ എഴുന്നേറ്റിട്ടില്ല, എങ്ങനെ പറയാ? ഓ നെയ് ഉട്ട എന്ന് പറഞ്ഞാൽ അവൻ എഴുന്നേറ്റിട്ടില്ല. ഓക്കെ, ഇനി ഇപ്പൊ ബേർഡ്സ് അല്ലെ, അത് പറന്നുപോയി. ബേർഡ്സ് പറന്നു പോകുമ്പോൾ എന്താ പറയാ? ഓടുകയാ. മനസ്സിലായോ? ഇത്രയോ. ഇനി വരുന്നത് ജോഡിന. ജോഡിന ചോടിന, ജായും ചായുമാണ്. ജോഡിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിച്ചേർക്കുക എന്നാണ്. ചോടിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടുക. ഓക്കെ, ഇതിന്റെ സെന്റൻസ് ഇത് രണ്ടും ഒന്ന് കൂട്ടിച്ചേർക്കും. എങ്ങനെ പറയാ? ഇൻ ദോനോംകോ ജോഡോ. മനസ്സിലായോ? ഇനി നമ്മളൊരാൾ പിടിക്കുമ്പോൾ മേരെ ഹാത്ത് ചോടോ, ഹാത്ത് ചോടോ, എൻ്റെ കൈ വിടൂ. അല്ലെങ്കിൽ ഓ ബാത്ത് ചോടോ. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വർത്തമാനമാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഓ ബാത്ത് ചോടോ, ആ വർത്തമാനം വിട്ടേക്ക്. മനസ്സിലായോ? അങ്ങനെ എന്നെ വിടൂ, മുജെ ചോടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നല്ലോ. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് സെന്റൻസ് കൂടി പറയണത്. നിങ്ങൾക്ക് ഈ അർത്ഥം പറഞ്ഞാൽ മാത്രം ചിലപ്പോൾ മനസ്സിൽ നിൽക്കില്ല. ഓക്കെ, ഇതാണ് ജോഡിന ചോടിന. ഇനി ജലാന. ജലാന ചലാന. എന്താ ഡിഫറൻസ്? ജായും ചായും അല്ലേ? ജലാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിക്കുക എന്നാണ്. നമ്മൾ തീ കത്തിക്കില്ലയോ, അതാണ് ജലാന. അതുപോലെ തന്നെ ചലാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ? ചലിപ്പിക്കുക. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു മലയാളം വേർഡ്. അപ്പോൾ നമ്മൾ പറയാണ് ഇപ്പോൾ അടിച്ചൊക്കെ വാരിയിട്ട് കൂട്ടിയിട്ട് ഇതൊന്ന് കത്തിക്കും. ഇസ് ജലാവോ, ജലാവോ. ഓക്കെ, ഏ ജലാവോ. അതുപോലെ തന്നെ നമ്മൾ പറയാം ഫ്രണ്ട് നീ വണ്ടി ഓടിക്കും, നീ വണ്ടി ഓടിക്കും, ആ ഗാഡി ചലാവോ. മനസ്സിലായോ? ചലാവോ ജലാവോ. ഇനി അടുത്തത് ചുപ്പും ചുപ്പും. പറയുമ്പോൾ തന്നെ ഡിഫറൻസ് ഇല്ല അല്ലേ? ചായും ചായും. മനസ്സിലായോ? ചുപ്പ് എന്ന് പറഞ്ഞാൽ ചിപ്പന എന്നാണ് ആ വേർഡ്. ചിപ്പന എന്ന് പറയുമ്പോൾ ഒളിക്കുക എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒളിക്കുക എന്നുള്ളൊരു സെന്റൻസ് ഞാൻ പറഞ്ഞുതരാം. നീ അവിടെ ഒളിക്കുവോ? വഹ ചുപ് ജാവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒളിക്കും. നമ്മൾ എണ്ണിക്ക് കളിക്കുമ്പോൾ അവിടെ പോയി ഒളിക്കുന്നു പറയില്ലേ? വഹാം ചുപ് ജാവോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ചുപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം അത് ഒളിക്കുക എന്നുള്ള ചുപ്പാണത്. ഇനി അപ് ചുപ് രഹോ, ആപ്പ് എന്ന് പറയില്ല അല്ലെ? തു അല്ലെങ്കിൽ തു എന്നേ പറയുള്ളൂ. നമ്മൾ ആജ്ഞ കൊടുക്കല്ലേ? തു ചുപ് രഹോ. ചുപ് രഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കൂ, നിശബ്ദത പാലിക്കൂ എന്നാണ് കേട്ടോ. അപ്പൊ തു ചുപ് രഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കും. ചുപ് ജാവോ, ചുപ് രഹോ. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ രണ്ടും ഇതിലൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾക്ക് എന്താ പറയാ സംസാരിക്കാൻ എന്താ നമ്മൾ വാക്കുകളൊന്നും അക്ഷരമാലകളൊന്നും പഠിക്കേണ്ട കാര്യമില്ല. കുറച്ചുകൂടി തറവായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതി ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയണേ ഒളിക്കുകയുടെ ചുപ്പ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചായ എന്ന് എഴുതാൻ അറിയാത്തൊരു പലരും ഉണ്ടാവും. അപ്പൊ അക്ഷരങ്ങൾ പഠിക്കുക എന്നുള്ളത് ഒരു ഭാഷയുടെ ബേസ് തന്നെയാണ്. സാധിക്കുമെങ്കിൽ നിങ്ങൾ അക്ഷരങ്ങളും പഠിക്കുക. ഞാൻ ഇതിനു മുമ്പ് കുറെ വീഡിയോസ് അക്ഷരങ്ങൾ വളരെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല തറവായിട്ട് നമുക്ക് അക്ഷരങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ വളരെ ഈസിയാണ്. സംസാരിച്ച് നമുക്ക് പഠിക്കാം, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു വേണം. ഓക്കെ, ഇനി നമ്മൾ എന്താ പറയാ സെയിം ആയിട്ട് വരുന്ന വാക്കുകളാണ് ബോൽന ഭൂൽന. ബോൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലെ? പറയുക. ഭൂൽന എന്ന് പറഞ്ഞാലോ മറക്കുക. എന്തൊരു ഡിഫറൻസ് ആണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിരുന്നു മേസെ ബോലീതി ബോലാത്ത. അതുപോലെ തന്നെ അയ്യോ ഞാൻ മറന്നുപോയി, മേ ഭൂൽ ഗയി, മേ ഭൂൽ ഗയ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അടുത്തത് ഗിർന. ഗിർന ഗിന്ന. എന്താ ഡിഫറൻസ്? ഗിർന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഴുക എന്നാണ്. ഗിന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ കൗണ്ട് ചെയ്യൂലേ, പൈസയൊക്കെ എണ്ണുക, അതാണ് പറയുന്നത് ഗിന്ന. ഓക്കെ, സോ ഞാൻ വീണു, മേ ഗിർ ഗയ, മേ ഗിർ ഗയി. ഓക്കെ,
ഇനി ഞാൻ എണ്ണിയിരുന്നു, എങ്ങനെ പറയാ, മെന്നെ ഗിനാത്ത, മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എണ്ണിയിരുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ ഡിഫറൻസ്. അടുത്തത്, ഇത് നമ്മുടെ ലാസ്റ്റ് വേർഡ് കേട്ടോ. ഫിസൽന, പിഗൽന. എന്താണ് ഡിഫറൻസ്? ഫിസൽന ആർക്കെങ്കിലും അറിയോ? വഴുക്കുക എന്നാണ്. നമ്മളിതിന് പറയില്ലേ, അവിടെ വഴുക്കലുണ്ടെന്ന് പറയില്ലേ, ആ വഴുക്കൽ. ഓക്കെ, സ്ലിപ്പ് ആവുക. ഇനി പിഗൽന എന്ന് പറഞ്ഞാൽ മെൽറ്റ് ആവുക. ഐസ്ക്രീമൊക്കെ മെൽറ്റ് ആയി പോകും, അതിനെയാണ് പിഗൽന എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ ഒരു സെന്റൻസ് പറയണേ? എൻ്റെ കാല് വഴുക്കി. അവിടെ എങ്ങനെ പറയാം? എൻ്റെ കാല് വഴുക്കി. മെര പേർ ഫിസിൽ. മനസ്സിലായോ? പേർ എന്ന് പറഞ്ഞാൽ കാല്. ഓക്കെ, അടുത്തത് നമ്മളിപ്പോൾ ഐസ്ക്രീം ഒക്കെ പറയില്ലേ, വേഗം കഴിക്കുക അല്ലെങ്കിൽ അത് മെൽറ്റായി പോകും. ജൽദിക്കാവും, നെയ്യത്തോ പിഗൽ ജായക. പിഗൽ ജായക, ഇത് മെൽറ്റ് ആവും. മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഞാനിങ്ങനെ സ്പെഷ്യലായിട്ട് ഒരു ക്ലാസ് എടുത്തതാണ്. കാരണം ഞാൻ ഹിന്ദി പഠിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഡൗട്ട് വന്ന കാര്യമാണിത്. വേറെ ഒന്നുമല്ല, നമുക്ക് എന്താ പറയുക, നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപോലെയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, അതൊന്ന് കണക്ട് ചെയ്ത് വരാനായിട്ട് ഇത്തിരി ടൈം എടുക്കും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇതിൻ്റെ അർത്ഥങ്ങളൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെൻറ്റൻസുകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്നും പറയണ പോലെ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്. ബൈ.